നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി, ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മഹാരാഷ്ട്രയിൽ BJPയുടേത് ചരിത്ര വിജയം. കേരളത്തിൽ BJPക്ക് പ്രകടമായ വളർച്ചയുണ്ട്. അനിൽ ആന്റണി. മഹാരാഷ്ട്രയിൽ BJPയുടേത് ചരിത്ര വിജയമെന്ന് BJP നേതാവ് അനിൽ ആന്റണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം നടത്തിയ മുന്നേറ്റം 5 മാസം കൊണ്ട് ജനം തള്ളിക്കളഞ്ഞുവെന്നതിന്റെ വ്യക്തമായ തെളിവാണ് മഹാരാഷ്ട്രയിലേതെന്നും അനിൽ ആന്റണി അവകാശപ്പെട്ടു. ഏറ്റവും സീറ്റുള്ള പാർട്ടി എന്ന നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിജയിച്ചെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് വാർണിംഗ് നൽകുന്നു. തിരുത്തണമെങ്കിൽ തിരുത്തും കെ മുരളീധരൻ. വിജയിച്ചെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് വാർണിംഗ് എന്ന് കെ മുരളീധരൻ. ചേലക്കരയിൽ BJPയുടെ വോട്ട് വർദ്ധിച്ചത് ഗൌരവത്തോടെ കാണണമെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. അറിയപ്പെടാത്ത സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും വയനാട്ടിൽ BJP കാര്യമായ നേട്ടമുണ്ടാക്കി. ഇത് കാണാതിരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. ഒന്നിച്ചു നിന്നാൽ നമ്മൾ സേഫാണ്. ഇത് രാജ്യമേറ്റെടുത്ത മഹാമന്ത്രമായി. ഇത് മറ്റൊരു ചരിത്ര വിജയം. പ്രധാനമന്ത്രി. മഹാരാഷ്ട്രയിലെ NDAയുടെ തിളങ്ങുന്ന വിജയത്തിൽ നേതാക്കളെയും പ്രവർത്തകരെയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാരാഷ്ട്രയിൽ NDA സഖ്യമുയർത്തിയ ഒന്നിച്ചു നിന്നാൽ നമ്മൾ സേഫാണ് എന്ന മുദ്രാവാക്യം ഇന്ത്യ ഏറ്റെടുത്ത മഹാമന്ത്രമായെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ മുന്നണി ഉയർത്തിയ നെഗറ്റീവ് പൊളിറ്റിക്സിനെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണ്. കോൺഗ്രസ് ഇത്തിക്കണ്ണിയാണെന്നും ഒപ്പം നിൽക്കുന്നവരെ കൂടി അത് നശിപ്പിക്കുമെന്ന് ഉറപ്പായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത 5 വർഷവും വികസനത്തിൽ മഹാരാഷ്ട്ര കുതിക്കുമെന്നും കസേര നോക്കി മാത്രം പ്രവർത്തിക്കുന്നവരെ ജനം തള്ളിക്കളയുമെന്നും മോദി പറഞ്ഞു. സരിനെ ഏതെങ്കിലും തരത്തിൽ തളർത്തുവാൻ നോക്കണ്ട. സരിൻ തിളങ്ങുന്ന നക്ഷത്രമാകുവാൻ പോകുന്നുവെന്ന് AK ബാലൻ. ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പേരിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന P സരിനെ ഏതെങ്കിലും തരത്തിൽ തളർത്താൻ നോക്കേണ്ടത് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. സരിൻ തിളങ്ങുന്ന നക്ഷത്രമാകുവാൻ പോകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സരിൻ ഇഫക്ട് ഉണ്ടായില്ലെന്ന് അധിക്ഷേപിക്കുന്നത് സരിന്റെ കഴിവ് നന്നായി അറിയുന്നവരാണ്. സരിനെ CPM പൂർണ്ണമായും സംരക്ഷിക്കും. പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് നഷ്ടമായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു. എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം. ജയിച്ചത് രാഹുലല്ല, ഷാഫിയും ഷാഫിയുടെ വർഗീയതയും. പ്രതികരണവുമായി പത്മജ വേണുഗോപാൽ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിൽ പ്രതികരണവുമായി പത്മജ വേണുഗോപാൽ.
ജയിച്ചത് രാഹുലല്ല, ഷാഫിയും ഷാഫിയുടെ വർഗീയതയുമാണെന്നാണ് പത്മജ വ്യക്തമാക്കിയത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു പ്രതികരണം. ഇല്ലാത്ത വർഗീയത പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഈ വൃത്തികെട്ട രാഷ്ട്രീയം നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉടനെ പണി കിട്ടുമെന്നും പത്മജ ഓർമ്മിപ്പിച്ചു. എവിടെയാണ് വോട്ട് കുറഞ്ഞതെന്നും എന്തുകൊണ്ട് കുറഞ്ഞെന്നും കണ്ടുപിടിക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മതേതരത്വം പറഞ്ഞു നടന്ന കോൺഗ്രസ് ഒരു തീവ്ര വർഗീയ പാർട്ടിയാണെന്ന് തെളിയിച്ചു. എം ഹസനെ പോലുള്ളവരും അൻവർ സാദത്തിനെയും സിദ്ദിഖിനെയും പോലുള്ളവരെയും കടത്തിവെട്ടി അവരെ ഒന്നുമല്ലാതാക്കി അവരിൽ ഞാൻ മാത്രമാണ് ശരിക്കുള്ള നേതാവെന്ന് ഷാഫി തെളിയിച്ചു. പത്മജ വേണുഗോപാൽ വ്യക്തമാക്കി. ഈ വിജയം നിങ്ങളുടേത് കൂടി. വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി. പ്രിയങ്ക ഗാന്ധി. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും ജയം നേടിയതിന് പിന്നാലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയുടെ ട്വീറ്റ്. വയനാട്ടിലെ ജനങ്ങൾ തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദിയെന്നും ഈ വിജയം നിങ്ങളുടേത് കൂടിയാണെന്നും വരും നാളുകളിൽ താൻ ഉറപ്പാക്കുമെന്നും പ്രിയങ്ക കുറിച്ചു. നിങ്ങളുടെ സ്വപ്നങ്ങളും പോരാട്ടങ്ങളും മനസ്സിലാക്കുന്ന ഒരാളെയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തതെന്നും ഉറപ്പുവരുത്തുമെന്നും അവർ വ്യക്തമാക്കി. പാർലമെന്റിൽ വയനാടിന്റെ ശബ്ദമാകുമെന്നും പ്രിയങ്ക ഗാന്ധി കുറിപ്പിൽ പറഞ്ഞു. വയനാട്ടിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കുറിപ്പ്. മഹാരാഷ്ട്രയിൽ കനലൊരു തരി. ഏക സിറ്റിംഗ് സീറ്റ് നിലനിർത്തി CPIM. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏക സിറ്റിംഗ് സീറ്റ് നിലനിർത്തി CPIM ദഹാനുവിൽ വിനോദ് നിക്കോളെ 5133 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ BJPയുടെ മേധാ വിനോദ് സുരേഷിനെ പരാജയപ്പെടുത്തി. വിനോദ് നിക്കോളയ്ക്ക് 1,04,702 വോട്ട് ലഭിച്ചപ്പോൾ 99,569 വോട്ടുകളാണ് BJPക്ക് നേടുവാനായി സാധിച്ചത്. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ BJPക്കായിരുന്നു ലീഡെങ്കിലും അവസാന ഘട്ടങ്ങളിൽ CPIM മുന്നേറ്റം നടത്തുകയായിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. ചുരുങ്ങിയ ചെലവിൽ പുറപ്പുറങ്ങൾ ഇനി ഊർജ്ജ സ്രോതസ്സുകളാകട്ടെ, അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇനിയെന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം. ഞങ്ങളെന്നും നിങ്ങളോടൊപ്പം. ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും. തൃപ്രയാർ, വലപ്പാട്, തൃശൂർ, മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 96055577707.